ഹായ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൈതച്ചക്ക കൊണ്ടൊരു പച്ചടിയാണ്. അത് പിഞ്ച് കൈതച്ചക്കയാണ് നമുക്ക് വേണ്ടിയത്. അത് നമുക്കിത് ചെത്തിക്കൊണ്ട് വരാം ഞാൻ. പിന്നെ ഇതിന്റെ പുറകെ ഇതിനെന്തെല്ലാം വേണമെന്ന് ഡീറ്റെയിൽ ആയിട്ട്. കൈതച്ചക്ക അരിഞ്ഞുകൊണ്ട് വന്നേ. ഇത് കൈതച്ചക്ക അരിഞ്ഞതാണ്, കൊത്തി അരിഞ്ഞു. അതിന് വേണ്ട സാധനങ്ങള് തേങ്ങ അരച്ചതാണ് കേട്ടോ. തേങ്ങ അരച്ചത്, പിന്നെ ഉള്ളി, പിന്നെ 2 വത്തലമുളക്, 2 പച്ചമുളക്, കറിവേപ്പില, കടുക്, തൈര്, ഉപ്പ്, എണ്ണ, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മൾ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ചീനിച്ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ കൈതച്ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ശകലം വഴറ്റാവേ. കുറച്ച് വഴുകുന്ന വരെ നമുക്ക് ഇളക്കി കുറച്ച് സമയം 5 മിനിറ്റ് ഇളക്കാൻ മതിയായിരിക്കും. 5 മിനിറ്റ് ഇളക്കി ഇത് ഒന്ന് ചെറുതായിട്ട് വഴങ്ങുന്ന വരെ നമുക്ക് ഇളക്കി. അപ്പൊ നമുക്ക് ഇതിപ്പോ വഴന്ന് വന്നേ. അതിനകത്തോട്ട് നമുക്ക് ഈ പച്ചത്തേങ്ങ ഒഴിക്കാം. ഇതിനകത്ത് ഒരു 3 മിനിറ്റ് ഇത് വഴറ്റാനെടുത്തു കേട്ടോ. പിന്നെ അതിനകത്തൊരു ചാല ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് ഇത് നല്ലപോലെ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇനി അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ആ തേങ്ങ ഒന്ന് ചൂടായി. ഇപ്പം നമുക്ക് അതിനകത്തോടെ ഈ കട്ട് തൈര് ഒഴിക്കാവേ. എന്നിട്ട് ഇളക്കാം. ശകല ഉപ്പും കൂടെ, ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേക്കാം. ശകല ഉപ്പും കൂടെ ഇടാവേ. നമുക്കിതൊന്ന് ചൂടായിട്ട് നമുക്കതൊന്ന് വാങ്ങി ബൗളിനകത്ത് ഊറ്റി വെക്കാം. എന്നിട്ട് തിളക്കണ്ട, ചെറിയ ചൂടായാൽ മതി. അതിൻ്റെ മതി. നമുക്ക് ഇനി ഇത് ബൗളിനാറ്റി ഒരു ബൗളിലോട്ട് ഇത് മാറ്റിയേ. ഇനി നമുക്കിതിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചീനിച്ചിട്ട് ചൂടായി. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിടാവേ. കടുക് പൊട്ടി ഇവിടെ നമുക്ക് ഉള്ളി നോക്കിയിട്ട് കറിവേപ്പില ഇട്ടു. ഞാൻ എന്നോട് 2 പച്ചമുളക് ഇങ്ങനെ ചുമ്മാ ഇട്ടാവോ. മൂത്ത് ചുമന്ന് കഴിയുമ്പോൾ ഈ കതലമുളകും കൂടി ഇടാം. നമുക്ക് പച്ചമുളക് ഒന്ന് മൂക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് കറിയൊക്കെ എളുപ്പം കൈതച്ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പച്ചടിയാണ്.
നമുക്ക് അതിനകത്തോട്ട് മാറ്റി ഇതിനകത്തോട്ട് നമ്മുടെ പച്ചടി റെഡിയായി. നല്ലതാണ്, നല്ല രുചിയാണ്, നല്ല ഇതാണ്. അപ്പോൾ എല്ലാവരും പച്ചടി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, എന്നാലേ അടുത്ത വീഡിയോ വരുമ്പം എല്ലാവർക്കും വരുള്ളൂ. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.